രാജമാണിക്യം സ്റ്റൈൽ നായിക നെതർലൻഡുകാരി മമ്മൂട്ടി വീണ്ടും. കഴിഞ്ഞ 20 ചിത്രങ്ങൾ, അതിൽ 2 എണ്ണം അല്പം പിടിച്ചു നിന്നു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഭംഗിയായി പൊളിഞ്ഞു എന്നതാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഈ അടുത്ത കാലത്തെ സിനിമാ ചരിത്രം. എന്നാൽ സിനിമകൾ വിജയിക്കില്ലെന്ന് കരുതി പിന്നോട്ടു പോകാനോ അഭിനയം മതിയാക്കാനോ മമ്മൂട്ടിയെ കിട്ടില്ല. കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങളുമായി മമ്മൂട്ടി വീണ്ടും തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. രാജമാണിക്യത്തിലെ കിടിലൻ പെർഫോമൻസിലൂടെ മമ്മൂക്ക അനശ്വരമാക്കിയ മാണിക്യത്തിന്റെ ഗെറ്റപ്പിൽ വീണ്ടും ഒരു ചിത്രമെത്തുന്നു. മംഗ്ലീഷ് എന്നാണ് ചിത്രത്തിന്റെ പേര്. പേര് പോലെ തന്നെ നിരവധി പ്രത്യേകതകളും ഈ ചിത്രത്തിനുണ്ട്. മീൻകാരനായാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ വേഷമിടുന്നത്. ഇതിൽ മമ്മൂട്ടിക്ക് നായികയായി എത്തുന്നത് നെതർലൻഡിലെ തിയേറ്റർ രംഗത്തെ മികച്ച കലാകാരിയായ കരോളിൻ ബെക്കാണ്. വിനോദസഞ്ചാരിയായി കേരളത്തിലെത്തുന്ന നെതർലൻഡുകാരിയുടെ വേഷമാണിവർക്ക്. മാധ്യമപ്രവർത്തകനായ പി റിയാസ് ആണ് ഈ ചിത്രത്തിന് തിരക്കഥ എഴുതുന്നത്. വിനോദസഞ്ചാരിയുമായി അടുക്കുന്ന മീൻകാരനും അവരുമായുള്ള സൗഹൃദത്തിന്റെ കഥയും പ്രേക്ഷകരിൽ ചിരിയുണർത്തുമെന്ന് തന്നെയാണ് അണിയറയിലെ സംസാരം. കടലോരത്ത് നടക്കുന്ന കഥ വളരെ വ്യത്യസ്തമായിരിക്കുമെന്ന് തന്നെയാണ് സംവിധായകൻ സലാം ബാപ്പുവിന്റെ അവകാശവാദം. രാജമാണിക്യത്തിന്റെ സംഭാഷണ രീതിയിലെ പ്രത്യേക അവതരണ രീതിയും ഇതിലും അവലംബിക്കുമെന്നാണ് സൂചന. തന്റെ അവസാന ചിത്രമായ ഗ്യാങ്സ്റ്റർ കൂടി പൊളിഞ്ഞതോടെ മമ്മൂട്ടി ആരാധകർക്കിടയിൽ പോലും വിമർശനം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടി അഭിനയം മതിയാക്കാൻ പോകുന്നുവെന്ന കിംവദന്തികൾ പോലും പരത്തുന്നവരുണ്ട്. അത്തരത്തിൽ കിംവദന്തികൾ പരത്തുന്നവരോട് മമ്മൂട്ടിക്ക് ഒന്നേ പറയാനുള്ളൂ: ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.